അങ്ങനെ വിസ്മയ മോഹൻലാലിന്റെ തുടക്കം സിനിമ തുടക്ക ദിവസത്തിൽ തന്നെ പോയിട്ട് കണ്ടു വന്നിരിക്കുകയാണ്. ജൂഡ് ആന്റണി ജോസഫാണ് ഡയറക്ടർ, അതുപോലെ തന്നെ പ്രൊഡ്യൂസർ ബൈ ആന്റണി പെരുമ്പാവൂർ, പിന്നെ നമ്മുടെ വിസ്മയ മോഹൻലാൽ ഉണ്ട്, അതുപോലെ തന്നെ മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു താരനിര തന്നെ ഈ സിനിമയിലുണ്ട്. സിനിമ ട്രെയിലറിൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി അതേ കാര്യങ്ങൾ സിനിമയിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഞാൻ സ്പോയിലർ ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് ട്രെയിലർ കണ്ടാൽ മനസ്സിലാവും. ആ ട്രെയിലറിലുള്ള ഒരു കാര്യങ്ങളൊക്കെ നല്ലപോലെ തന്നെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. എനിക്ക് ഇടക്ക് തോന്നി, സ്പോയിലർ അല്ല എന്നാലും ഇടക്ക് ഞാൻ പറയാം, ഈ സിനിമ കണ്ടപ്പോൾ നമ്മുടെ ഒരു മാർക്കോ ഉണ്ടല്ലോ, മിനി മാർക്കോ എന്നൊക്കെ എനിക്ക് ഇടക്ക് തോന്നിപ്പോയി. അടിപൊളിയാണ് സിനിമ, അടിപൊളിയാണ്. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സീന് മാത്രം എനിക്ക് അത്ര ഡൈജസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. അതൊരു കോമഡി ആയിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ, അല്ലാതെ സിനിമേനെ അത് ബാധിക്കുന്നില്ല. ഒരു സോങ്ങിന്റെ സീനിൽ നമ്മളൊക്കെ ഇങ്ങനെ റീൽ എടുക്കുമല്ലോ, റീൽ എടുത്ത് ഡാൻസ് കളിക്കുന്ന ഒരു ഭാഗത്ത് ക്യാമറ ഓൺ ചെയ്യാതെ എന്തിനാണ് റീൽ എടുത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തെങ്കിലും ടെക്നോളജി ആയിരിക്കാം, അത് സിനിമേനെ യാതൊരു രീതിയിലും ബാധിക്കുന്നില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. എന്നാലും അത് ഒരു ചെറിയൊരു ഭാഗമാണെങ്കിൽ പോലും ഇനി സ്ക്രീൻ ഓഫായിട്ട് ക്യാമറ എടുക്കുന്ന സെറ്റപ്പ് ഒന്നും എന്തായാലും ഫാമിലിന്റെ കൂടെ റീൽ എടുക്കുമ്പോൾ അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ആരും ചെയ്യാനുള്ള സാധ്യതയില്ല. എന്തായാലും ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും സിനിമയുടെ ഓൾറൗണ്ട് നോക്കുകയാണെങ്കിൽ സിനിമ ഗംഭീരമായിട്ടുണ്ട്. സിനിമ പല സ്ഥലത്തുനിന്നും പലതും കട എടുത്തതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ പോലും അതെന്തായാലും നമ്മളിപ്പോൾ ഒരു വഴിക്ക് പോവുകയാണ്. ഏറ്റവും എക്സാമ്പിളായിട്ട് പറയുകയാണ്, നമുക്കിപ്പോൾ കോഴിക്കോടേക്ക് പോകണം, കോഴിക്കോടേക്ക് ഒരു റൂട്ടേ ഉള്ളൂ എന്ന് കരുതി മറ്റൊരാൾ പോയാന്ന് കരുതി നമുക്കതിലെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു ജോണറിൽ അല്ലെങ്കിൽ ആ ഒരു പാത്ത് ഓഫ് വേയിൽ കഥ പറഞ്ഞു പോകുന്ന സിനിമയായതുകൊണ്ട് മറ്റ് സിനിമയിൽ നമുക്ക് സാമ്യത തോന്നും. അപ്പോൾ എനിക്കും തോന്നി, അങ്ങനെ ഒരു സാമ്യത തോന്നി. ഈ അടുത്ത് ഇറങ്ങിയ ഒരു തമിഴ് സിനിമയായിട്ടൊരു സാമ്യത തോന്നുന്നെങ്കിൽ പോലും ഇത് എൻജോയ് ചെയ്യാൻ പറ്റി, നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. പൂർണ്ണമായിട്ട് അതിൽ നിന്ന് കോപ്പി അടിച്ചതൊന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമുക്ക് തോന്നുമല്ലോ ഓരോ വ്യക്തികൾക്ക് പല രീതിയിൽ ഒരു സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യല്ലോ. പക്ഷേ അങ്ങനെ ഫീൽ ചെയ്തിട്ട് അതേ രീതിയിൽ കോപ്പി അടിച്ചെടുത്ത് വെച്ച പോലെ തോന്നിക്കഴിഞ്ഞാൽ ബോറടിക്കും. പക്ഷെ എനിക്ക് ബോറടിച്ചിട്ടില്ല, കോപ്പി എടുത്ത് വെച്ചതുമല്ല. പക്ഷെ അങ്ങനെ തോന്നി, ആ സിനിമയിൽ നിന്ന് കുറേ ഭാഗങ്ങൾ ഇങ്ങോട്ട് വന്നത് ഒരു ഫീൽ പോലെ തോന്നിയെങ്കിൽ പോലും നല്ല സിനിമയാണ്. സിനിമ കണ്ടിരിക്കാൻ പറ്റിയ അടിപൊളി സിനിമയാണ്. തുടക്കത്തിൽ ചെറിയൊരു ലാഗ്, അതായത് ഒരു കഥയിലേക്ക് കയറി പിടിക്കാനുള്ള ഒരു സംഭവം ചെറുങ്ങനെ വരുന്നുണ്ട്. പക്ഷെ കയറി കഴിഞ്ഞാലുണ്ടല്ലോ തുടക്കം മുതൽ അവസാനം വരെ ഇന്റർവെല്ലിൽ എത്തുന്നു. ഇന്റർവെല്ല് കഴിഞ്ഞ മുതൽ പിന്നെ ഫോണൊന്നും എടുത്ത് നോക്കാൻ പോലും ആർക്കും തോന്നില്ല. കാരണം അത്രക്കും, അതായത് ഒന്ന് കണ്ണിമ വെട്ടാതെ കാണുക എന്ന് പറയില്ലേ, ആ ഒരു ലെവലിൽ നമ്മൾ കണ്ടിരിക്കുന്ന മികച്ച പടം നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്ടിങ്, എല്ലാവരുടെ സൈഡിൽ നിന്നുള്ള ആക്ടിങ് ആണെങ്കിലും നന്നായിട്ടുണ്ട്. ചില 1-2 ക്യാരക്ടർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത് അത്ര സിനിമയെ അത്ര ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ആക്ടിങ്ങിനെ കുറിച്ച് ജഡ്ജ് ചെയ്യാൻ ഞാൻ ആളൊന്നുമല്ല. പക്ഷെ എങ്കിൽ പോലും കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ, പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് അഭിനയിക്കുന്ന ഓരോ വ്യക്തികൾ, അവരൊക്കെ അഭിനയിക്കുന്ന ശരിക്കും ജീവിക്കുന്ന പോലെ എനിക്ക് തോന്നി. കാരണം അങ്ങനെയൊക്കെ ഉള്ളവരും അതിലുണ്ടാകാം എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു കറക്റ്റ് എക്സാക്ട്ലി അതിവിടെ വരുമ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടുന്ന ഒരു ഫീലുണ്ട്. ഇത് കറക്റ്റാണ്, നമ്മളതിൽ ഇറങ്ങി ജീവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതിലേക്ക് എത്തുന്ന പോലെ ഉണ്ട്. പിന്നെ ഇങ്ങനെ സംഭവിക്കും എന്ന് വിചാരിച്ച് നമ്മളെ കൊണ്ടുപോയിട്ട് മറ്റൊരു രീതിയിൽ എത്തിക്കുന്ന സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട്. അറ്റ് ദി എൻഡ് എനിക്കൊന്നേ പറയാനുള്ളൂ, സിനിമ എല്ലാവരും പോയിട്ട് കാണേണ്ട സിനിമ തന്നെയാണ്. തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്ര നമുക്ക് ഒരിക്കലും OTTയിൽ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഈ സിനിമയിൽ തോന്നുന്നില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് കൂടുതലും പ്രിഫർ ചെയ്യാനുള്ളത് മറ്റുള്ള സിനിമകളായി. പിന്നെ ഇതിൻ്റെ മറ്റൊരു വശവും കൂടി ഞാൻ പറയാം, ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഒന്നും വെച്ച് പോകാതിരിക്കുക. വലിയ എക്സ്പെക്റ്റേഷൻ, ആന പോലത്തെ സിനിമ, വലിയ മലയാണ്, കുന്നാണ്, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ചെറിയൊരു കുന്നിക്കുരുന്ന് പോലെ വിചാരിച്ച് പോയാൽ മതി. ചെറിയൊരു പടം ആ ഒരു ലെവലിൽ പോയി കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പടം തന്നെയാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള തുടക്കം എന്ന് പറയുന്നത്. തുടക്കം ഇനി അടുത്ത് എന്ത് വരും എന്നറിയില്ല. പിന്നെ ഇതിൽ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമാണ്, മോഹൻലാൽ തൻ്റെ മകൾക്ക് സിനിമാ ജീവിതം കൈമാറുന്ന പോലൊരു സംഭവം പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് പേഴ്സണലി ഓരോ വ്യക്തികൾക്ക് തോന്നുമല്ലോ, എനിക്ക് അങ്ങനെ തോന്നി, ചിലർക്ക് മറ്റേ രീതിയിൽ തോന്നിയിട്ടുണ്ടാവും. എന്തായാലും സിനിമ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ തുടക്കം ദിവസം തന്നെ കണ്ടുവന്നു. ഏകദേശം 10 ഒരു 7 റേറ്റിംഗ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മലയാള സിനിമ തന്നെയാണ് തുടക്കം എന്ന് പറയുന്നത്. സോ എന്തായാലും കാണാത്തവർ പോയിട്ട് കാണുക. കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എഴുതിയിടുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും എഴുതിയിടുക. എന്തായാലും സിനിമയിൽ ഒരു മൊമെന്റ് തുടക്കത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ ഒരു 5-10-15 മിനിറ്റായിട്ടും ജസ്റ്റ് ഒന്ന് പോപ്കോൺ കഴിച്ച് ചില്ല് ചെയ്യാനുള്ള സമയം അവർ തരുന്നുള്ളൂ. പിന്നെ നല്ല എൻഗേജ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്ന് കരുതി ഒരുപാട് എക്സ്പെക്റ്റേഷൻ കൊടുക്കരുത്. എക്സ്പെക്റ്റേഷൻ കൊടുത്തതിനൊന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ദൃശ്യം മോഡൽ എന്നൊക്കെ വിചാരിച്ച് പോയി കഴിഞ്ഞാൽ പണി കിട്ടും. പിന്നെ വേറൊരു രീതി പറയുകയാണെങ്കിൽ മിനി മാർക്കോ എന്നൊക്കെ പലരും പറയാനുള്ള സാധ്യതയുണ്ട്. ആ ലെവലിൽ സംഭവം അത്രക്കും കത്താനുള്ള സാധനമാണെന്നൊക്കെ ചിലവർ പറയും. പക്ഷെ അത്രയൊന്നും എക്സ്പെക്റ്റേഷൻ കൊടുക്കരുത്. എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ മസ്റ്റായിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. 10 ഒരു 7 റേറ്റിംഗ് ആണ് എൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കൊടുക്കാൻ തോന്നുന്നത്. അതുപോലെ തന്നെ ഞാൻ മറ്റുള്ള സിനിമകൾ ഇറങ്ങുമ്പോൾ, അതായത് ഗംഭീര പടം, ബ്രഹ്മാണ്ഡ, ഇപ്പോൾ കൽക്കിയൊക്കെ
അതൊക്കെ എത്ര പറഞ്ഞാലും ബ്രഹ്മാണ്ഡ പടമാണ്. അതൊക്കെ അടിപൊളി മസ്റ്റ് വാച്ച് അങ്ങേ ലെവല് പടമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ആ രീതിയിൽ തന്നെ പറയും. നിങ്ങൾ എത്ര എക്സ്പെക്ടേഷൻ കൊടുത്തോ അതിൻ്റെ അപ്പുറം അത് കിട്ടുമെന്ന് എന്തായാലും എനിക്ക് പറയാൻ പറ്റും. പക്ഷെ അതിനും ഇതും വെച്ച് ഞാൻ കമ്പയർ ചെയ്യുമെന്നല്ല. ഇത് നമ്മൾ അധികം എക്സ്പെക്ടേഷൻ വെച്ച് പോയി കഴിഞ്ഞാൽ സ്പൈഡർമാൻ്റെ ഒരു അവസ്ഥയുണ്ട്. ബ്രാൻഡ് ന്യൂ ഡേ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അത് നോവേ ഹോമിനേക്കാളും വലിയൊരു ഹൈപ്പിലൊക്കെ പലരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിചാരിച്ച് പോയവർക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു ഹോം കമ്മിങ്, സ്പൈഡർമാൻ്റെ ഹോം കമ്മിങ് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റാണ് ടോം ഹോളൻഡിൻ്റെ. അതിന് മുമ്പ് സിവിൽ വാറിലൊക്കെ വരുന്നുണ്ട്. വാട്ട് എവർ, എനിവേ കം ടു ദി മാറ്റർ. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ സിനിമയിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു നോർമൽ പടം, നോർമൽ മലയാളം സിനിമ എന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ ഒരുപാട് റൊമാൻസിഫിക്കേഷൻ, പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ഉണ്ടാവും. ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. കഥയിലങ്ങ് കിടക്കുമ്പോൾ ഒരു പെൺകുട്ടിയാണല്ലോ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ ജസ്റ്റ് ഉദ്ദേശിച്ചതേ ഉള്ളൂ, അല്ലെങ്കിൽ മറ്റൊന്നുമില്ല. എന്തായാലും എല്ലാവരും പോയിട്ട് കാണണം, എസ്പെഷ്യലി ഗേൾസ് പോയിട്ട് കാണണം. നല്ലൊരു മെസ്സേജ് തരുന്ന ഒരു സിനിമയാണ്, എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഓവർ എക്സ്പെക്റ്റേഷൻ ഒന്നും വെക്കാതെ പോയിട്ട് കാണാനായിട്ട് ട്രൈ ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കാരണവും ഡിസ്ലൈക്കും കൂടി തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ്.